ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്തൂൺ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്തൂൺ കിസാൻ ശക്തി സംഗതൻ. അരുണ റോയാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. 1996 നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷനാണ് ഇതിനുള്ള കരട് ആദ്യമായി രൂപീകരിച്ചത്. 1996 നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷനാണ് ഇതിന് കരട് ആദ്യമായി തയ്യാറാക്കിയത്. ഇനി ഈ നിയമം ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കുന്നത്. 1997 തന്നെ ഈ നിയമം പാസ്സാക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഗോവ. ഇനി ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കിയ വർഷങ്ങൾ നോക്കാം. രാജസ്ഥാൻ, കർണാടക 2000. രാജകർണ 2000 എന്ന് ആലോചിച്ചാലും മതി. ഡൽഹി പാസ്സാക്കുന്നത് 2001. അടുത്ത അസം, അങ്ങനെ ആലോചിക്കാം. മഹാരാഷ്ട്രയും അസമും പാസ്സാക്കുന്നത് 2002. അപ്പോൾ ഒന്നുകൂടെ പറയാം. തമിഴ്നാട് 1997, ഗോവ 97, രാജകർണ 2000, ഡൽഹി 2001, അസം 2002, ജമ്മു ആൻഡ് കാശ്മീർ 2004. ഇനി ഈ ആശയം അവതരിപ്പിച്ച വിവരാവകാശം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഈ നിയമം വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കുന്ന രാജ്യം സ്വീഡനാണ്. വിവരാവകാശത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഈ വിവരാവകാശം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ഇനി വിവരാവകാശ നിയമം ലോക്സഭ, രാജ്യസഭ എന്ന് പാസ്സാക്കി നിലവിൽ വന്നെന്നാണ് നോക്കാം. ലോക്സഭ പാസ്സാക്കുന്നത് 2005 മെയ് 11. അപ്പോൾ 2005 മെയ് മാസം 11 ലോക്സഭ ഈ നിയമം പാസ്സാക്കുന്നത്. അതുപോലെ രാജ്യസഭ അതേ വർഷം 2005 ജൂൺ 15 രാജ്യസഭ പാസ്സാക്കുന്നത്. ഇനി നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. ഈ നിയമം നിലവിൽ വരുന്നതെന്നാണ് 2005 ഒക്ടോബർ 12. 3 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭ 2005